അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മഗ്ഫിറത്തു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി അമ്മാ ബഅദ്. മഹില്ലി 3-ാം വാള്യം, പേജ് 45. അമ്മാ ഖളാഉൽ ഖാദി, എന്നാൽ കാലിയാരി വിധിക്കലാകുന്നത് ലഹു ശുഫത്ത് കൊണ്ട് പിടിക്കാൻ അവകാശമുള്ള ശരീക്കിനൊക്കെ വിധിക്കൽ, ബിശുഫത്തി ശുഫത്ത് കൊണ്ട് വിധിക്കൽ. എപ്പോഴാണ് വിധിക്കുന്നത്? ഇതാ ഹവറ, ആ ഷഫീ ശുഫത്ത് കൊണ്ട് പിടിക്കാൻ അവകാശമുള്ള ശരീക്ക് ഹാജറാകുമ്പോൾ മജ്ലിസ്, കാദിയുടെ മജ്ലിസിൽ, കാദി കോർട്ടിലുണ്ട്, ആ സമയത്ത് വിധിക്കൽ. അസ്ബത്ത മജ്ലിസിൽ ഹാജറാകുക മാത്രമല്ല, അസ്ബത്ത ഷഫീ സ്ഥിരപ്പെടുത്തുകയും ചെയ്തു ഹഖഹു ഷഫീനിക്കുള്ള അവകാശത്തിന്, ഫിയാ ഷുഫത്തിൻ്റെ വിഷയത്തിലുള്ള അവകാശം, ഈ ഷുഫത്തിനെ പിടിക്കാൻ അവകാശം ഉണ്ട് എന്നുള്ളത് സ്ഥിരപ്പെടുത്തി. ഷർത്തുകളൊക്കെ വ്യക്തമാക്കി നടത്തും. എന്നിട്ട് തലപ്പോൾ എനിക്ക് ശുഭത്ത് കൊണ്ടുള്ള ഹക്ക് എനിക്ക് കിട്ടണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്താൽ ഫയംലിക്കു, എന്നാൽ ഈ ഷഫീ ഉടമയാക്കും, ബിഹി അതുകൊണ്ട് മിൽക്കതായി കാദിയുടെ വിധിക്കൊണ്ട് മിൽക്കാക്കും, അസു പ്രകാരം മിൽക്കാക്കും. ബസ്സായിന്ന അസുവിൻ്റെ മുക്കാബിലെ ലായംലിക്കു, ഈ ഷഫീ മിൽക്കാക്കൂല എന്നാണ്, ബിഹി കാദി വിധിക്കലുകൊണ്ട് മിൽക്കാക്കൂല. ഏതുവരെ മിൽക്കാക്കൂല? അത്താ യഖ്ബിൽ ഇവള, ഒന്നുകിൽ മുസ്തരിക്ക് ഇവള അങ്ങോട്ട് കവത് ചെയ്യിപ്പിച്ച് കൊടുക്കണം, ആ ഇറദൽ മുസ്തരീബി ദാഖിലി, അല്ലെങ്കിൽ എനിക്ക് പിന്നെ തന്നാൽ മതി ഈ ഇവത് എന്നും പറഞ്ഞിട്ട് മുസ്തരിനെ തൃപ്തിപ്പെടണം. ഈ രണ്ടാമതുണ്ടാകണം, അല്ലാതെ കാദി വിധിക്കലുകൊണ്ട് മാത്രം ശുഫത്ത് സ്ഥിരപ്പെടൂല എന്നാണ്, അല്ല അതുകൊണ്ട് മിൽക്കാവൂല എന്നാണ്. ഇനി പറയും വലായത്തമല്ലക്കു, ഇനി ഷഫീ ഷുഫത്ത് കൊണ്ട് പിടിക്കുന്ന ശരീക്ക് ഉടമയാക്കൂല ഷിക്സൻ വിഹിതത്തിന്, മറ്റേ ശരീക്കിൻ്റെ വിഹിതം വിറ്റല്ലോ, അപ്പം മുസ്തരിനേക്ക് ആ വിഹിതത്തിന് വിൽക്കാക്കൂല. അങ്ങനെയുള്ളതായിരിക്കുന്ന ഷെക്സാണ് ലം യുറഹു ഷഫീ, ആ ഷിക്സിനെ ഷഫീ കണ്ടിട്ടേ ഇല്ല, അങ്ങനത്തേനെ മിൽക്കാക്കൂല. അപ്പോൾ അഷഫി എന്നുള്ള രണ്ടിൻ്റെയും ഫായിലാണ്, യത്തമല്ലക്കു എന്നുള്ളതിൻ്റെയും ഫായിലാണ്, യറഹു എന്നുള്ളതിന് തനാസുംബാബാണെന്ന് അർത്ഥം. മത് പ്രകാരം മിൽക്കാക്കൂല. മത് പിന്നെ പരീസലിൽ മുസ്തരി, അവിടെ മുസ്തരിക്കില്ല മൻഹു ഷഫീനെ തടയിലില്ല, മേറുയത്തി കാണൽ തൊട്ട് കണ്ടിക്കുകയാണെങ്കിൽ മിൽക്കാക്കും, അതിന് കാണാൻ സമ്മതിക്കാണ്ടിരിക്കുക, അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ചോദിച്ചാൽ കാണിച്ചു കൊടുക്കണം നടത്താം. വഫീ കൗലിൻ, എന്നാൽ മദബിൻ്റെ മുക്കാബിൽ ഒരു ലൈഫായ കൗലുണ്ട്, യത്തമല്ലക്കുഹു ഷഫീ ഷിക്സിനെ മിൽക്കാക്കും, കബില റുയ്യത്തി ആ ഷിക്സിനെ കാണുന്നതിന് മുമ്പ് തന്നെ മിൽക്കാക്കുമെന്ന്. അതെങ്ങനെ ആ കൗല്? പിന്നാനെടുത്തതിന് വേണ്ടി അലാ സ്മിഹത്തി ബൈൽ ഗായിബി, മറഞ്ഞ വസ്തുവിനെ വെക്കൽ ചെയ്യാണെന്നൊരു കൗലുണ്ട് തമ്മിൽ പിടിച്ചിട്ട്. വരഹു എന്നിട്ട് അപ്പോൾ കൗലാര് പറയാണ് കാണുന്നതിന് മുമ്പ് തന്നെ മിൽക്കാക്കാം. ഇനി വലഹു എന്നിട്ട് അങ്ങനെ വഫീഖിൻ്റെ വാക്യാട്ടോ, വലഹു ആ ഷഫീഖുണ്ട് അൽ ഖിയാറു, ഖിയാറുണ്ട് ഇന്ദ റൂയത്തി, കാണുമ്പോൾ ആ ഷിക്സിനെ കാണുന്നതിന് മുമ്പ് തന്നെ മിൽക്കാക്കി, കണ്ടു നോക്കും എനിക്ക് വേണ്ടാന്ന് തോന്നുകയാണെങ്കിൽ അവനക്ക് മുസ്തരിക്കന്നെ കൊടുത്ത് വയ്യുകയും ചെയ്യാം. ഇതാണിപ്പോൾ മദ്ഹബ്. ഒത്തരിയഖുസാനി, എന്നാൽ രണ്ടാം തരീക്ക് അൽ ഖത്തൂബിൽ അവലി, കാണാത്ത വസ്തുവിനെ ഷിക്സിനെ ഷഫീ മിൽക്കാക്കൂല എന്നുള്ള അവലുകൊണ്ടുള്ള കത്തുകാണ്. അപ്പം മദ്ഹബിൻ്റെ ഇബാറത്തിൻ്റെ ഖിലാഫിൻ്റെ തരീക്കിനെ തൊട്ടാണ്. ഖിലാഫിൻ്റെ തരീക്കിൽ നിന്ന് ഖത്തുവിൻ്റെ തരീക്കിനോട് മുവാഫിക്കായതുകൊണ്ടാണ്. ഈ അന്നൽ അഖ്ദ് ബിശുഫത്തി, എന്താ പിന്നെ തരീഖുസാനി പിന്നെ മിൽക്കാക്കൂല എന്ന് പറയാൻ കാരണം, അന്നൽ അഖ്ദ് ബിശുഫത്തി ശുഫത്ത് കൊണ്ട് പിടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ കഹരിയും, അത് കഹരിയാണ്, ബലാത്കാരമായി മറ്റവന് ഇഷ്ടമല്ലാതെ മുസ്തരിക്ക് ഇഷ്ടമില്ലാതെ പിടിക്കുന്നതാണല്ലോ. ലായിനാസിബ് കഹരിയാവുമ്പം അതിനോട് യോജിക്കുന്നില്ല. ഇസ്ബാത്തുൽ ഖിയാരി, ഖിയാറിനെ സ്ഥിരപ്പെടുത്തൽ ഫിഹി, ആ ശുഫത്ത് കൊണ്ട് പിടിക്കുന്ന വിഷയത്തിൽ ഖിയാറിനെ സ്ഥിരപ്പെടുത്തലിനോട് യോജിക്കുന്നില്ല. കഹറാവുമ്പോൾ അപ്പം തന്നെ രണ്ട് വലാണ്ട് പിടിക്കലുണ്ടാവണം എന്നുള്ളതാണ്, അതുകൊണ്ടാകുന്നില്ലല്ലോ. ഫസ്ലുൻ, ഇനി ഈ ശുഫത്ത് കൊണ്ട് പിടിക്കപ്പെടുന്നതായിരിക്കുന്ന ഷിക്സ്, ആ വിഹിതത്തിന് എന്തുകൊണ്ടാണ് പിടിക്കപ്പെടുക എന്നും അതിൻ്റെ അനുബന്ധങ്ങളൊക്കെ പറയുന്ന ഫസ്ലാണ്. ഇനി സ്തറ, വല്ലൊരാളും രണ്ട് ശരീക്കന്മാരിൽ നിന്ന് ഒരു ശരീക്കിൽ നിന്ന് വാങ്ങിയത് ബി മിസ്ലിയും, മിസ്ലി കൊണ്ടാണ്. മിസ്ലി മുത്തക്കവി മുമ്പ് പറഞ്ഞല്ലോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് അളന്നോ തൂക്കിയോ ഒക്കെ കണക്കാക്കി പോകാറുള്ള നാണയം, ധാന്യം തുടങ്ങിയതിനൊക്കെ മിസ്ലി എന്നും, ഇനി അളന്നും തൂക്കിയൊന്നും കണക്കാക്കാറില്ല, അങ്ങനത്തെ വസ്ത്രം പോലത്തതിനൊക്കെ മുത്തക്കവീമെന്നും പറയും. അപ്പോൾ ഈ രണ്ട് ശരീക്ക് എന്നുള്ളൊരു ശരീക്കിൻ്റെക്ക് നിന്ന് വാങ്ങിയ മുസ്തരി ഈ സാധനത്തിനെ വാങ്ങിയത് മിസ്ലിയായ സാധനം കൊടുത്തിട്ടാണ്. മിസ്ലി പറഞ്ഞാൽ അളന്നോ തൂക്കിയോ കണക്കാക്കാൻ കഴിയുന്ന കനഖദിം ഹബ്ബിൻ, നാണയത്തിന് പകരമാണ് വാങ്ങിയത്, അല്ലെങ്കിൽ ധാന്യത്തിന് പകരമാണ് വാങ്ങിയത് എങ്കിൽ അഖദഹു ഷഫീഉ, അവിടെ ശുഫത്ത് കൊണ്ട് പിടിക്കുന്നതായിരിക്കുന്ന ആളുകൾ ഈ ഷിക്സിനെ മുസ്തരിയിൽ നിന്ന്
വാങ്ങാം ബി മിസ്രിഹി, ആ മിസ്രിഹിൻ്റെ മിസ്രി കൊണ്ട്. അപ്പോൾ നഖദ്, അപ്പം 10 പവനാണെങ്കിൽ മറ്റേ 10 പവന് കൊടുത്താൽ മതി. ഹബ്ബ് ഒരു 10 സാവിന് പേരാണെങ്കിൽ 10 സാവ് കൊടുത്താൽ മതി. ഔ ബി മുത്തക്കവ്വിമിൻ, അല്ലെങ്കിൽ മുത്തക്കവ്വിന് പേരാണ് മുസ്തിരി വാങ്ങിയത്. മുത്തക്കവ്വി പറഞ്ഞാൽ റസൂലിൻ്റെ കാലത്ത് അളന്നോ തൂക്കിയോ അല്ല കണക്കാക്കാറുള്ളത്, എണ്ണിക്കൊണ്ടോ അല്ലെങ്കിൽ ഒക്കെയാണ്. അങ്ങനത്തെ മുത്തക്കവ്വിന് ഉദാഹരണം കസോബിൻ, വസ്ത്രം പോലെ, വാബദിന് അടിമ പോലെ, വസ്ത്രത്തിനെ കൊടുത്തുകൊണ്ടോ അല്ലെ അടിമനെ കൊടുത്തുകൊണ്ടോ ഒക്കെയാണ് ഈ ഒരു ശരീരത്തിൽ നിന്ന് മുസ്തിരി വാങ്ങിയതെങ്കിൽ ഫബി കീമത്തിഹി, എന്നാൽ ആ മുത്തക്കവ്വിമിൻ്റെ കീമത്ത് കൊണ്ടാണ് ഷഫീ പിടിക്കേണ്ടത്. എന്നത്തെ കീമത്ത്? യൗമുൽ ബൈ, വിൽപ്പന നടന്ന ദിവസത്തിലുള്ള കീമത്ത് കൊണ്ട്. വക്കീല പറയപ്പെട്ടു വിൽപ്പന നടന്ന അന്നത്തെ കീമത്തല്ല, മറിച്ച് യൗമസ്തിഖറാരിഹി, ആ ബൈ എന്നാണോ ഉറച്ചത് അന്നത്തെ കീമത്താണെന്ന്. എങ്ങനെയും ബൈ ഉറക്കൽ? ബിങ്കിത്താരി ഖിയാരി, ഖിയാർ അവസാനിക്കലുണ്ട്. ഖിയാർ അവസാനിക്കുമ്പോഴല്ലേ ബൈ ഉറക്കുള്ളൂ, ഇതിനൊക്കെ ക്യാൻസലാക്കാൻ അവകാശമുണ്ടല്ലോ. വൽ മുറാദ് ബിൽ യൗമി, ഇവിടെ മത്തിൽ പറഞ്ഞാൽ യൗമൽ മബീന്ന്, വിറ്റ ദിവസത്തിൻ്റെ വില എന്ന്. ആ വിറ്റ ദിവസം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നതിൽ വക്തു, വിറ്റ ടൈം എന്നാണ്. കാരണം വിലനെ ഒരേ സാധനത്തിന് ഒരു ദിവസത്തിൽ തന്നെ പല വില ഉണ്ടാകില്ല. രാവിലത്തെ വിലനേക്കാൾ ചിലപ്പം കൂടുകയോ കുറയുകയോ ചെയ്യും ഉച്ചയാകുമ്പോൾ, അതിനേക്കാളും കൂടുകയോ കുറയുകയോ ചെയ്യും വൈകുന്നേരം ആകുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് ആ ദിവസത്തിൽ പല വില ഉണ്ടാവും. അപ്പോൾ അവിടെ ദിവസം എന്ന് പറഞ്ഞാൽ ഉദ്ദേശം ആ നടക്കുന്ന ടൈം എന്നാണ്. ഇപ്പോൾ രാവിലെ 10 മണിക്കാണ് കച്ചവടം നടക്കുക, 10 മണിക്ക് എത്ര വില എന്നാണ് നോക്കുക. വമിമ്മ, ഒന്നിൽപ്പെട്ടതാണ് എങ്ങനെയാണ് യസ്തുക്ക് ബിഹിൽ മിസ്രിയു, ആ ഒന്നുകൊണ്ട് മിസ്രി അവിൽ മുത്തക്കവ്വിമു, അല്ലെങ്കിൽ മുത്തക്കവ്വിമു എന്ന് സാധിക്കും. അവിടെ അങ്ങനെ പറഞ്ഞേ, മിസ്രീന് പകരം വാങ്ങിക്കുകയാണെങ്കിൽ മിസ്രി കൊടുക്കണമെന്നും മുത്തക്കവ്വിന് പകരം വാങ്ങിയാൽ കീമത്ത് കൊടുക്കണമെന്നും. ആ മിസ്രി മുത്തക്കവ്വിമെന്നുള്ളതൊക്കെ സാധിക്കുന്നതിൽപ്പെട്ടതാണ് അയ്യക്കൂന, ഈ മിസ്രിയും മുത്തക്കവ്വിമുഒക്കെ ആകുക എന്താകുക? മുസ്ലിമൻ ഫീഹി, അതിൽ സലമ് കച്ചവടം ചെയ്യപ്പെട്ടതാകുക. ബിഷിക്സി, ഈ ഷിക്സിന് പകരം. അപ്പോൾ 2 ശരീക്കുന്നുള്ളതായിരിക്കുന്ന ഒരാൾ ദിമ്മത്തിൽ വസ്ഫറിന് അങ്ങനൊരു സാധനം വാങ്ങി, അതിന് വില ആയിട്ട് കൊടുത്തത് എന്താണ്? ആ ശരീക്കിനൊക്കെയുള്ളതായിരിക്കുന്ന വിഹിതമാണ്. എന്നാൽ അവിടെ ഇത് വരും മിസ്രിയാകാം, അവതിന് മുത്തക്കവ്വിമാകാന്ന് വരും. ഔ മുസാലഹൻ അൻഹു, അതല്ലെങ്കിൽ ആ ഒന്നിനെ തൊട്ട് സുൽഹാക്കപ്പെട്ടു ബിഷിക്സി, ഷിക്സ് കൊണ്ട്. അപ്പം ഈ മുസ്തരിക്ക് എന്തെങ്കിലും സാധനം കൊടുക്കാനുണ്ടായിരുന്നപ്പോൾ അവന് അതിന് കൊടുക്കേണ്ടതിന് പകരം സുൽഹാക്കി, എന്ത് എൻ്റെ ഈ വീട് എന്നുള്ളതിൻ്റെ വീതം ഞാൻ തരാൻ തരണേ. ആ നുജൂമ കിതാബത്തിൻ, അല്ലെങ്കിൽ മോചനപത്രം എഴുതിയതിൻ്റെ ഗഡുക്കൾ, എങ്ങനത്തെ ഗഡുക്കൾ തന്നെ മുഅവ്വദന്നൻഹ, ആ നജൂമിനെ തൊട്ട് പകരം ഇവളാകപ്പെട്ടു ബിഷിക്സി, ഷിക്സ് കൊണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഇത്ര പൈസ തരാനുണ്ടല്ലോ, അതിന് പകരം ഇതാ ഞാൻ ഈ എൻ്റെ ഈ വീട് എന്നുള്ള എൻ്റെ വീതം തരാമെന്ന് പറഞ്ഞു. ഇതുകൊണ്ടൊക്കെ സാധിക്കാവും. വയസ്തുക്കുദ്ദീനു, എന്നാൽ കടം സാധിക്കാവും മിമ്മാതുക്ക, മേൽ പറയപ്പെട്ടെ, അതായത് മിസ്രിയി മുത്തക്കവ്വിമു എന്ന് പറഞ്ഞല്ലോ, അതിൽപ്പെട്ട ദൈന് സാധിക്കാവും ബിൽ ഹാലി, ഹാലിൻ്റെ കടം കൊണ്ടും. ഹാലിനെ പറ്റിയും കടന്നു പറയാം. ഹാല് പറഞ്ഞാൽ അപ്പം തന്നെ കൊടുക്കേണ്ടത്, അവധി നിശ്ചയിക്കാത്തത്. അപ്പോൾ യുക്കാബിൽഹു, ഈ ഹാലിനോട് എൻ്റെ മറുഭാഗത്താകും എന്ത് കൗരു മുസ്ലിബി പറയുന്നത്. എന്താ മുസ്ലിം പറഞ്ഞത്? ഔ ബി മുഅജ്ജലിൻ, അല്ലെങ്കിൽ മുഅജ്ജലായിരിക്കുന്ന കടത്തിന് പകരമായിട്ടാണ് വാങ്ങിയത്. അപ്പോൾ ഇതിനെ പറഞ്ഞതൊക്കെ ഇപ്പോൾ ഹാലിലാണ്. ഇനി മുഅജ്ജലായ കടത്തിന് പകരമാണെങ്കിൽ അവിടെ ഫല്ലൂറു അഹറായ കൗരു അന്നഹു നിശ്ചയമായിട്ട് മയ്യ ഷഫിയ, ഈ ഷഫത്ത് കൊണ്ട് പിടിക്കുന്ന ആൾ മുഖയ്യറുൻ, അവനക്ക് ഇഷ്ടാനുസരണം നൽകപ്പെട്ടിട്ടുണ്ട് എന്നാണ്. എന്തിൻ്റെ ഇടയിൽ ഇഷ്ടാനുസരണം ഉണ്ട്? ബൈനാൻ യുവജ്ജില, ഒന്നുകിൽ ഉളരിച്ച് ഇപ്പം തന്നെ പൈസ കൊണ്ട് കൊടുക്കുക. പക്ഷേ മുസ്തിരി മറ്റവന് കുറച്ച് 6 മാസമോ കഴിഞ്ഞിട്ട് കൊടുത്താൽ മതി, അവധി ഉണ്ടായിരുന്നു. എന്നാൽ ഈ ഷഫി അങ്ങനല്ല, മുസ്തിരിക്ക് ഇപ്പം തന്നെ കണ്ട് കൊടുക്കുക. എന്നിട്ടോ വയ്യുഹുദ ഫിൽ ഹാരി, ഈ ഇപ്പം തന്നെ, അതായത് അവധി എത്തുന്നതിന് മുമ്പ് തന്നെ ആ സാധനം അങ്ങ് പിടിക്കുക. അതിൻ്റെ ഇടയിൽ ഇഷ്ടം പ്രവർത്തിക്കുക. ഔ യസ്പിറയിൽ മഹില്ലി, അല്ലെങ്കിൽ അതിൻ്റെ അവധി എത്തുന്ന ഒരു 6 മാസം കഴിഞ്ഞിട്ടാണ് അവധി, 6 മാസം വരെ സബൂർ എടുക്കുക. ബി കസ്ലിൽ ഹായ്, മഹല്ല് എന്നല്ല അപ്പം സ്ഥലം എന്നത്, മഹില്ലാകുമ്പോൾ ഇതിൽ ഹുലൂരി മീമി മസ്തറ, അവധി ഇറങ്ങുന്നവരെ. എന്നിട്ട് വയ്യുഹുദ, അവധി ഇറങ്ങിയിട്ട് പിടിക്കുക. ഈ 2 ഏത് വേണമെങ്കിലും ചെയ്യാം. വലായബുത്തുലു ഹക്കുഹു, ഇവിടെ ഷഫീൻ്റെ അവകാശം, സുഫത്ത് കൊണ്ട് പിടിക്കാനുള്ള അവകാശം നഷ്ടപ്പെടൂല. വിത്ത് ഹിരി, അവധി എത്തുന്നവരെ പിന്തിച്ച് എന്നുള്ളതുകൊണ്ട് ബാത്തിലാവില്ല. എന്താ ബാത്തിലാണ്ടിക്കാൻ കാരണം? ഉതിരി, അവിടെ ഷഫീന് കുതിരുണ്ടല്ലോ, അതുകൊണ്ട് ഉതിരണ മറ്റവന് അവധിക്കുക എന്നുള്ളത് തന്നെ. വലൈസ്ലഹു, ഏതായാലും ഈ മുസ്തിരിക്ക് അല്ല, ഈ ഷഫീനിക്കില്ല അല്ല അഹ്ദു, മുസ്തിരിനേക്കൊന്ന് ഇതിനെ വാങ്ങാൻ പറ്റൂല ബി മുഅജ്ജലിൻ, അവധി നിശ്ചയിച്ചിട്ട്. അപ്പോൾ മുസ്തിരിക്ക് അങ്ങനെ വാങ്ങുന്ന മാതിരി ഷഫീനിക്ക് അങ്ങനെ അവധി നിശ്ചയിച്ച് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പൈസ തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറ്റില്ല, അപ്പം തന്നെ കൊടുക്കണം. വസ്താനി, എന്നാൽ വസ്താനി
അൽഹർ പ്രകാരം പറഞ്ഞവൻ മുഹയ്യറാണെന്ന്. എന്നാൽ അൽഹറിൻ്റെ മുക്കാബിലയാകുന്നത് ലഹൂദാലിക്ക, ലഹു ഷഫീനക്ക് ഉണ്ട് എന്നാണ്. ദാലിക്ക പറഞ്ഞാൽ ഈ മുഅജ്ജലിന് പകരം തന്നെ വാങ്ങലുണ്ട്. തൻസീലൽ ലഹു എന്താ കാരണം? ഈ ഷഫീനെ ഇറക്കി മൻസിലത്തിൽ മുസ്തരിൻ്റെ സ്ഥാനത്ത് മുസ്തരിക്ക് അങ്ങനെ ചെയ്യാലോ എന്ന മാതിരി ഷഫീനക്കും ചെയ്യാം. വസാലിസ് എന്ന സാലിസായ കൗര്, മൂന്നാം കൗര് യഹുദുഹു, ഷഫീനക്ക് ആ വസ്തുവിനെ പിടിക്കാമെന്നാണ്. ബിസിൽഅത്തിൻ, ഒരു ചരക്ക് കൊടുത്തിട്ട്. അങ്ങനത്തെ ചരക്കാണ് തുസാവി, ആ ചരക്ക് സമമാകും അസമന, വിലക്ക്. എപ്പോഴുള്ള വില? ഇല അജലിഹി, ആ സമനൻ്റെ അവധി വരെയുള്ള. ഒരു 6 മാസം കഴിഞ്ഞിട്ടാണ് പൈസ. അപ്പോൾ 6 മാസം, അപ്പോൾ ഒരു ചുരുക്കത്തിൽ ഒരു ചരക്കാണ്ട് കൊടുക്കുക. ആ ചരക്കിനെ അത്ര സമയം അവധി നിശ്ചയിച്ച് 6 മാസം കഴിഞ്ഞിട്ട് പൈസക്ക് എന്ന് പറഞ്ഞ് വിറ്റാൽ ഈ വിലയോട് സമാകും. ഈ ക്യാഷായിട്ട് പൈസ തരണം എന്ന് പറയുന്നതും 5-6 മാസം കഴിഞ്ഞിട്ട് തരണം എന്ന് പറയുമ്പോൾ വ്യത്യാസം ഉണ്ടാകില്ലല്ലോ. അപ്പോൾ അത്ര 6 മാസത്തേക്കാണ് അവധി നിശ്ചയിച്ചെങ്കിൽ 6 മാസം കഴിഞ്ഞിട്ട് പൈസ തന്നാൽ മതി എന്നും പറഞ്ഞ് വിറ്റിക്കുകയാണെങ്കിൽ ആ പൈസ കിട്ടും. അങ്ങനെയുള്ളതായിരിക്കും ഒരു സംഖ്യ കൊടുത്തുകൊണ്ടും അവർക്ക് പിടിക്കാം എന്നാണ് സാലിസ് അഭിപ്രായം. സുബ്ഹാനക്കല്ലാഹു വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക.